കണ്ണീരോടെ പ്രാർത്ഥിക്കുക. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. സ്വർഗീയമായ നിമിഷമാണിത്. ചൊറി ചിരങ്ങ് കണ്ണിന് കാഴ്ചക്കുറവ്, ഇടത് കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ചിരങ്ങ് ബാധിച്ചവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. പല്ലുകളുടെ ചുവടുകൾ ദ്രവിച്ചു പോവുകയും അടന്നു പോവുകയും ചെയ്യുന്ന രോഗമാണ്. കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. കാലിൻ്റെ തള്ളവരിൻ്റെ താഴെ പാദത്തിൻ്റെ വെള്ളയിൽ അസ്ഥി ഉന്തി നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട്. മൗനമായി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നീ എന്തിനു വേണ്ടിയാണ് കൃപാസനത്തിന് മണ്ണിൽ മാതാവ് നിന്നെ കാലിച്ചു കൂട്ടിയത്? ആ ദൈവവേദലെ ആ വിഷയം ഇപ്പം മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. പ്രാർത്ഥിക്കുക. ഞവണിക്കായപ്പോൾ ചുരുണ്ടുപോയ ആൾക്കാരുണ്ട്. വീട്ടിലെന്തോ മരണം സംഭവിച്ചതിൻ്റെ പേരിൽ, എന്തോ ആക്ഷേപം സംഭവിച്ചതിൻ്റെ പേരിൽ ആൾക്കാർ കളിയാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങാത്ത വ്യക്തികളുണ്ട്. ഡിപ്രഷൻ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹൃദയം ഇടിക്കാത്തവര്, ഹൃദയം എല്ലാവരും ചെയ്യുന്നവരെ, കരളെല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. കർത്താവ് മക്കളില്ലാത്ത ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്ത ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി താമസിക്കുന്ന ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. ലിസ്റ്റിലുണ്ട്, പക്ഷെ ലിസ്റ്റ് വിളിക്കുന്നില്ല, കോൾ ഫോർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ പരീക്ഷ എഴുതാൻ പോകുന്ന ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഡേറ്റ് കിട്ടാത്തവരെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്ര ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. വിദേശങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്രയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്ര തടസ്സങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ അക്കോമഡേഷനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ, ഇടത് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ അവിടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന സമയമാണ്. പതിലൊക്കെ നീര് വന്നിട്ട് നീര് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചലിപ്പിക്കാനും അവയവങ്ങൾ ചലിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന രീതിയിൽ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് ഒരു സമയത്ത് സാക്ഷ്യം പറയാൻ കഴിയും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അലസിപ്പോയി കുടുംബ ബന്ധങ്ങൾ, അലസിപ്പോയി ഗർഭങ്ങൾ, അതിനുശേഷം മക്കളില്ലാത്ത അവസ്ഥകൾ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാமல் തീരുമാനം എടുക്കാൻ പറ്റാത്ത വിഷയത്തിൽ ജീവിതം ഇരുട്ടിൽ കുത്തി നിൽക്കുന്നവരെ അവർ ഈശോയുടെ നാമത്തിൽ ഞാൻ അവരെ അഴിച്ചു മാറ്റുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്വാസകോശങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ നിന്റെ പനി, ആസ്മയും അതുപോലെ തന്നെ ക്ഷയരോഗങ്ങൾ, പതിലേക്കുണ്ടാകുന്ന മറ്റു തരത്തിലുള്ള രോഗങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവ രോഗികൾ, സ്രാവരോഗങ്ങൾ, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന സ്രാവരോഗങ്ങൾ കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം.
അവൾക്ക് തോന്നി എന്നാൽ പിന്നെ ഉടമ്പടി എടുത്തേക്കാൻ തോന്നി. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവർക്കുള്ള ഒരു ജ്വരം എന്ന് പറയണത് എപ്പോഴും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. സാക്ഷ്യം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിലുകളാണ്. നിൻ്റെ ഒരു വാതിൽ ആ സാക്ഷ്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു സാക്ഷ്യത്തിൽ ആ വാതിൽ തുറന്ന് കർത്താവ് നിൻ്റെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ ആ വാതിൽ തുറന്ന് നീ കർത്താവിൻ്റെ അടുത്തേക്ക് പോകും. രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കും. സാക്ഷ്യത്തിൻ്റെ ഗുണം അതാണ്. അപ്പോൾ അശ്വതിക്ക് തോന്നി ബാങ്കിൽ പോയി ലോൺ ചോദിക്കണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ അവിടെ ഈ ലാഭം അവിടെ കെട്ടിടം കണ്ട ഒരു മനുഷ്യൻ ലോൺ കൊടുക്കത്തില്ല. കാണുമ്പോൾ പറയാം നമുക്കാരാണ് ലോണ് തരണത്? പാപി ചന്ദനം പാതാളം എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും ആൾക്കാർ മനസ്സിടിഞ്ഞ് കിടപ്പുണ്ടേ. അശ്വതി അങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ ഇവർ എംപവറായി. ഇവർക്ക് ഏത് മാനേജറിൻ്റെ അടുത്തും പോയി ചോദിക്കാനുള്ള ചങ്കൂറ്റം മാതാവ് കൊടുത്തു. മാതാവിന് പണ്ട് ചങ്കൂറ്റമുള്ള കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ടല്ല ഒരു കുറേ ഇറച്ചിയുടെ മകൻ്റെ ചോര ചവിട്ടി ആള് തല പുകഞ്ഞ് താഴെ പോകാതെ മര്യാദക്ക് നിൽക്കണം കണ്ടില്ലേ? 3 മണിക്കൂറാണ് നിന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ ആ മാതാവ് നിന്നത് 3 മണിക്കൂറാണ്. ഇത്തിരി കൂടിയ പുള്ളിയാണ്. അപ്പോൾ ആ ആളിൻ്റെ ഒരു ആത്മീയ ആവേശനം വന്നു കഴിഞ്ഞാൽ നിനക്ക് ആത്മധൈര്യം ഉണ്ടാവും ഉടനെ. ആശുപത്രിയിൽ പോയി മാനേജറടുത്ത് ഞാൻ ചോദിച്ചു, മാനേജറെ ഇന്ന ലോണുണ്ടല്ല, ഞാൻ ഈ ചെറിയൊരു വ്യവസായം ചെയ്യുന്ന ആളാണ്, ബിസിനസ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിന് അപ്ഡേറ്റ് ചെയ്യണം. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്താലേ ആൾക്കാർ വരത്തുള്ളൂ. എനിക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കണം. എനിക്ക് 12 ലക്ഷത്തിന് ലോണുണ്ട്, അത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മാനേജർ പറയും നിങ്ങൾക്ക് അതിനുള്ള സിവിൽ പോയിൻ്റ് ഇല്ലെന്ന് പറയും. സിവിൽ പോയിൻ്റ് ഇല്ലെന്ന് പറയും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ലോണിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് 90% സബ്സിഡിയാണ്, അത് ഗ്രാൻഡാണ്. ബാക്കിയാണ് കുറച്ച് ഇതുള്ളത്. പലിശ നമുക്ക് അടക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ലോണ് നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കിലൊക്കെ ഇങ്ങനെയുള്ള ലോണെന്ന് പറയുമ്പോൾ അവർ അഡ്ജസ്റ്റ്മെൻറ്റ് ലോണാണ്. അവരുടെ ആൾക്കാർക്കൊക്കെ അവർ ഒപ്പിച്ച് കൊടുക്കണമെന്നല്ലാതെ അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ടാവും. പാർട്ടിക്കാരും ഉണ്ടാവും, ബാങ്ക് മാനേജറും ഉണ്ടാവും, ബോർഡ് മെമ്പേഴ്സും ഉണ്ടാവും. അവർക്ക് കളി അറിയാവുന്നതുകൊണ്ട് അവരുടെ ചിറ്റപ്പന്മാർക്ക് അങ്കിൾമാർക്കൊക്കെ ഇത് സാധനം കിട്ടും, അങ്ങനെ കിട്ടും. അതാണ് ഇതിൻ്റെ രീതികൾ. എല്ലാ ബാങ്കും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ലോകത്തിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഗവൺമെൻറ് പൂർവ്വ ഇതുപോലെ ഉണ്ട്, ഒത്തിരിയേറെ ഷെഡ്യൂളുണ്ട്. പക്ഷേ അതായത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് തുറന്ന് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ മാതാവിനെ വിളിച്ചുകൊണ്ടാണ് പോകണമെങ്കിൽ, അതുകൊണ്ട് ഇവളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞത് എവിടെ പോയാൽ ഉപ്പെടുത്തിടുവോള്. ആദ്യം തന്നെ ചെയ്യണത് എന്താണ്? ഈ വിശ്വാസ പ്രയോഗം ഉടമ്പടി കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഈ കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയിൽ പുതുതായിട്ട് അഡീഷൻ ചേർത്തിരിക്കുന്നത് എന്താണ്? പഴയകാല വിശ്വാസ പ്രയോഗങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു. പഴയ കാലത്ത് വിശ്വാസമൊക്കെ രൂപപ്പെട്ട് വരുന്ന കാലത്ത് ദൈവം വിശ്വാസ പ്രയോഗങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് അത് ദൈവനാമത്തിൽ അത് പ്രയോഗിച്ച് കഴിയുമ്പോൾ അതിന് ദൈവത്തിൻ്റെ ശക്തിയുടെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഉടമ്പടി അത് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, സംഭവം പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അശ്വതി ഇവിടെ പോയാലും വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിടും. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും, വിശ്വാസപ്രമാണം അതിൻ്റെ സിദ്ധാന്തമാണ്, തിയറി. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രയോഗം എന്താണ്? ആ ഉപ്പ് നിക്ഷേപിക്കുന്നതാണ് പ്രയോഗം എന്ന് പറയണത്. ഇപ്പം നമ്മൾ കാശ്യപൊക്കെ കുഴിച്ചെടുത്തില്ലേ? അപ്പം അച്ഛൻ പറഞ്ഞ് കാശ്യപം കുഴിച്ചിടുന്നില്ല, സ്ഥാപിക്കണം നമ്മൾ ചെയ്യണത്. എന്താ കാര്യം? കുരിശ് ഭൂമിയിലായി സ്ഥാപിച്ചത് ആരാണ്? ഈശോയാണ്. ഈ കുരിശ് സ്ഥാപിച്ചുകൊണ്ടാണ് ലോകത്ത് രക്ഷ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ എന്തെങ്കിലും സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അത് ദൈവനാമത്തിൻ്റെ ആണെങ്കിലുണ്ടെങ്കിൽ വിടുതലിൻ്റെ പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് കാശ്യരൂപ യേശുനാമത്തിൽ സ്ഥാപിക്കണത്. നിങ്ങൾ കുഴിച്ചിടണം നിങ്ങൾ ഒരിക്കലും പറയരുത്, സ്ഥാപിക്കുകയാണ് ചെയ്യണത്. അത് ആദ്യം ചെയ്ത് പിതാവായ ദൈവമാണ് ഈ കുരിശ് ഭൂമി കുഴിച്ചിട്ടിരിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഭൂമിയിൽ വിശ്വാസം സ്ഥാപിക്കും. ആ സ്ഥലം കർത്താവിൻ്റെതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ അതിക്ക് മുമ്പ് നിങ്ങളിത് പ്രയോഗിക്കാനും പ്രഖ്യാപിക്കാനും പോരുന്ന ആളാണെന്ന്
ദൈവത്തിന് തോന്നണം. അതാണ് വിഷയം. ചില ആൾക്കാർ പ്രഖ്യാപിച്ചിട്ടും പ്രയോഗിച്ചിട്ടും ഒക്കാത്തതിൻ്റെ കാര്യം എന്തറിയാമോ? നിങ്ങളെ ദൈവത്തിന് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. കാര്യം എന്താ പിടിക്കാത്തതിൻ്റെ കാരണം? ഒന്ന്, നിങ്ങളുടെ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ പഴയ പുതപ്പെടുത്ത് പുതക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതാണ് പ്രശ്നം. അത് വലിയ അപകടമാണ്. നിങ്ങളുടെ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി, നേടാനുള്ളത് നേടിക്കഴിയുമ്പോൾ പഴയ തെരേസ്യാമ്മയായിട്ട് മാറും. അത് ദൈവത്തിന് അറിയാം. ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ മുമ്പിൽ കണ്ണി പൊടിയിടാവുന്ന പോലെ ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടാൻ പറ്റാത്തത് കൊണ്ടാണ് യഥാർത്ഥ ഇസ്രായേൽ എന്ന് പറയണത്. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴൊരു അഭ്യാസമൊക്കെ കാണിച്ച് ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞൊക്കെ നിൽക്കുമ്പോഴും ഇനി ഒരു കാലത്ത് ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ പഴയ വേഷമെടുത്ത് കെട്ടുകയാണെങ്കിൽ ദൈവത്തിന് ഇപ്പം അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളെ പ്രയോഗിച്ചിട്ട് ഒക്കാത്തതിൻ്റെ കാരണം. കാര്യം എന്താണ്? നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നാണ് പറയണത്. റബ്ബി, അങ്ങേക്ക് എങ്ങനെ അറിയാം? അപ്പം നിൻ്റെ പഴയ ചലനങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ടെന്നാണ്. നിൻ്റെ നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് പറയും. അപ്പം പഴയ ചലനങ്ങളിൽ എനിക്കറിയാം. ഇതുപോലെ തന്നെയാണ് കുഴപ്പം. നീ ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. നാഥാനിയൻ്റെ അടുത്ത് അത്തിവൃക്ഷത്തിന് ചുവട്ടിലായിരുന്നപ്പോൾ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. യോഹന്നാൻ 1:48. യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പം അത്തിമരത്തിന് ചുവട്ടിലിരിക്കുന്ന സമയത്ത് ഈശോ അവനെ കണ്ടെന്നാ പറയണത്. ആ കാഴ്ച എന്താണ്? വിദൂര കാഴ്ചയാണ്. ദൈവികമായ കണ്ണുകളെ കൊണ്ട് കണ്ടതാണ്. ഈ കണ്ട കാഴ്ച തന്നെയാണ് വെള്ളത്തിൻ്റെ കർത്താവിനോട് വന്ന് 10 ദിവസം ചോദിക്കുന്നില്ലേ, നമ്മൾ നികുതി കൊടുക്കണോ, മക്കൾ നികുതി കൊടുക്കണോ എന്ന് ചോദിക്കും. നമ്മുടെ ദേവാലയ അധികാരികൾ നികുതി പിരിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ, ശിമയോനെ നിനക്കെന്ത് തോന്നുന്നു? മക്കളാണോ നികുതി കൊടുക്കേണ്ടത്, അടിമകളാണോ? അപ്പോൾ ശിമയോൻ പറയും, അടിമകളല്ലേ നികുതി കൊടുക്കേണ്ടത്, കപ്പം കൊടുക്കേണ്ടത്. ശരി. അപ്പോൾ കർത്താവ് ചോദിക്കും, അപ്പോൾ മക്കൾ സ്വതന്ത്രരാണല്ലോ. തീർച്ചയായിട്ടും, അപ്പോൾ നമുക്ക് കൊടുക്കണ്ട എന്ന് പറയാം. അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി എനിക്കും നിനക്കും വേണ്ടി നീ നികുതി കൊടുക്കണം. എന്തിനു കൊടുക്കണം? നീ കടലിൽ പോയി ചൂണ്ടയിടണം, ഒരു മത്സ്യം കിട്ടും. ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടെ പീറ്റേഴ്സ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷുണ്ട്. നമ്മുടെ കരിമീൻ പോലെ ഇരിക്കും. അതാ ഗലീല കടലിൽ ഒത്തിരി ഉള്ളതാണ്. ഒരെണ്ണത്തിന് 700 രൂപയാണ് വില. ഒരെണ്ണത്തിന് നമ്മുടെ ഇവിടുത്തെ 700 രൂപയാണ്. അവർ 2 ഒലിവുകായും കുറച്ച് ഒലിവെണ്ണ ഒഴിച്ച് ഇങ്ങനെ പൊള്ളിച്ച് നമുക്ക് ഇങ്ങോട്ട് തരും. ഈ പീറ്റേഴ്സ് ഫിഷ് എന്ന് പറയുന്ന സംഭവത്തിലാണ് കർത്താവ് പറയണത്, ഇതിൻ്റെ വായിലൊരു സ്ഥാദ്യോനം ഉണ്ടാകുമെന്ന് പറയും. അത് സ്വർണ്ണനാണയമാണ്. അതെടുത്തിട്ട് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കാം. ആലുവ 8 ഏക്കർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഡിസംബർ 30 തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വളരെ ഒരു മനോവിഷമം ഉണ്ടായത്, എൻ്റെ ജീവിത പങ്കാളി, ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 8 വർഷത്തോളം ചെന്നൈയിലുണ്ടായിരുന്നു. അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പെന്തക്കോസ്ത സഭയിൽ പോവുകയും മാതാവിൽ നിന്ന് മാതാവിൻ്റെ ജപമാല ചെല്ലാതിരിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതെനിക്ക് വളരെ വിഷമമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പുള്ളിക്ക് ഭക്ഷണം ഇറക്കുന്നതിനും ശ്വാസം എടുക്കുന്നതിനും വളരെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു.
അങ്ങനെ ആ പുള്ളിക്ക് കുറച്ച് നാളങ്ങനെയാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് കുറേ ആൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്വാസം എടുക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി മാതാവിലേക്ക് തിരിച്ചു വരികയും ജപമാല പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അപ്പം ഞാൻ പിന്നീട് ഉടമ്പടിയിൽ വെച്ച വേറൊരു നിയോഗം എനിക്കൊരു ജോലി ലഭിക്കണമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളിയെ നോക്കുന്നതുകൊണ്ട്, ജീവിത പങ്കാളി നോക്കുന്നതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ആണ് അന്ന് ജോലി ലഭിച്ചത്. അവർ പഠിക്കുകയായിരുന്നു. പഠിത്തത്തോടൊപ്പം 3 പേരാണ് മക്കൾ, ഒരാണും 2 പെൺകുട്ടികളും. അവർക്ക് പഠിത്തത്തോടൊപ്പം അന്ന് ജോലി ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ അവർക്ക് അതിലും ഭേദപ്പെട്ട നല്ലൊരു ജോലിയിലായിരിക്കുന്നു. ഇതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ക്രൈസ്തവ കുടുംബം വന്ന് താമസിച്ച് അവർ വന്നത് അമൃത ആശുപത്രിയിൽ അവരുടെ മരുമകന് ഹാർട്ടിൽ ചുരുങ്ങുന്ന ഒരു അസുഖമായിരുന്നു. 20% പമ്പിങ്. വളരെ അമൃതയിൽ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു. അവർ വളരെയധികം മനോവിഷമത്തിലായിരുന്നു. ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരികയും ജോസഫ് അച്ഛൻ ആ മകനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ മകൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് 40 45 ഇപ്പോൾ 65% എന്ന് പറയുന്നു. പിന്നെ ആ മകൾ മാതാവിൻ്റെ ഇവിടുത്തെ ഒരു കൈപ്പുസ്തകം വാങ്ങിയിരുന്നു. അത് വെച്ച് എപ്പോഴും രാത്രി 12 മണി വരെ വായിച്ച് പ്രാർത്ഥിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കസേരയിലിരുന്ന് മയങ്ങിപ്പോയി 12 വരെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ മകൾ ആ കൈപ്പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയെ അതേ രൂപത്തിൽ LED ബൾബിനേക്കാൾ പ്രകാശത്തിൽ കാണുകയാണ്. ആ മകൾ ഞെട്ടി എഴുന്നേറ്റെന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും അമ്മയെ കാണാൻ ആഗ്രഹിച്ച് പിന്നെ കണ്ടില്ല. പിന്നെ അവരെന്നോട് പറഞ്ഞ് ഞങ്ങളൊരു നിമിത്തമാണ് ഇവിടെ വന്ന് താമസിക്കാനിടയായതും എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്താണ് വന്ന് താമസിച്ചത്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു നിമിത്തമാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞ് ആ മകളും കുടുംബവും ഇവിടെ വന്ന് നന്ദി പറയുകയും പിന്നെ ഉടമ്പടി എടുക്കുകയും അവർ ചെയ്ത് ഇതെല്ലാം ചെയ്തു തന്ന പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മഹിഷ. ഞാൻ ഉദയംപേരൂരിൽ നിന്ന് വന്നി. 2019 ജൂലൈ 4 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്. എൻ്റെ മകൾക്ക് ക്യാൻസറായിരുന്നു. അത് അമ്മ മാതാവ് മാറ്റിത്തന്ന് കണ്ണീരോടുകൂടി ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി എനിക്ക് മാതാവ് അത് മാറ്റിത്തന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് 25 വർഷമായി വഴിയില്ലാഞ്ഞ് വഴി തന്നു എനിക്ക് അമ്മ മാതാവ്. മൂന്നാമത്തെ കാര്യം, എൻ്റെ കാലിന് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അത് തൈലം പുരട്ടി ഉപ്പിട്ട് കാല് കഴുകി അതും മാറ്റിത്തന്നു. പിന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ അമ്മ മാതാവ് എന്നെ സഹായിച്ചു. ഈ നന്ദി, കോടാനുകോടി നന്ദി ഈശോയ്ക്കും മാതാവിനും നന്ദി. എൻ്റെ പേര് ജിഷ. ഞാൻ കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ആദ്യം എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ ചീനിക്കുഴി എന്ന സ്ഥലത്തായിരുന്നു. ഞാൻ 2019 ഡിസംബർ 6 ഒന്നാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് 6 മാസമായുള്ളൂ. അപ്പോൾ എന്തെന്ന് അറിയാൻ മേലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞാൻ കഴിഞ്ഞുകൊണ്ട് വന്നിരുന്നത്. എനിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഭവനമായിരുന്നു. എനിക്ക് ഭവനമുണ്ട്, പക്ഷേ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഒക്കെ കാരണം എനിക്ക് അമ്മയും വയസ്സായ അമ്മയും 2 പിള്ളേരും ഞാനും ഉള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ താമസിക്കുക എന്നുള്ളത് അനുയോജ്യമായ കാര്യമല്ല. അത് കാരണം ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ആദ്യം ഉടമ്പടി പ്രാർത്ഥിച്ചത് എനിക്കൊരു ഭവനം വേണം, വീട് സ്ഥലം വാങ്ങിക്കണമെന്ന്. 2020 കോവിഡ് വന്ന ലോക്ക്ഡൗൺ വന്നു. അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജൂൺ മാസത്തിൽ പാലായിൽ ഞാൻ സ്ഥലം വാങ്ങി.
അതേ തുടർന്ന് ഉടനെ വീട് പണിയാൻ തുടങ്ങി. ഞാൻ 2021 വീട് കയറി കൂടി. നല്ല മനോഹരമായ നല്ല ഭംഗിയുള്ളൊരു വീട് അമ്മ എനിക്ക് തന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇളയ മോൻ പഠിക്കാൻ ഇച്ചിരി മടിയുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവന് പഠിക്കാൻ. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് എൻ്റെ കുഞ്ഞ് പാസ്സാകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ കൊച്ച് നല്ല മാർക്കോടി പാസ്സായി. എൻ്റെ അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് അലർജി രോഗമാണ്, ചൊറിച്ചിലാണ്, ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് മേലെല്ലാം പൊട്ടി അപ്പടിയും വെള്ളം ഒഴുകുക. മരുന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തൽക്കാലത്തേക്ക് കുറയും, പിന്നെ അതുപോലെ തന്നെ. അമ്മ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഉടമ്പടി തൈലം കൊടുത്ത് അമ്മ വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഉടമ്പടി പത്രം അതിനകത്ത് സാക്ഷ്യം വായിച്ചിട്ട് അമ്മ തൈലം ശരീരത്ത് പുരട്ടും. അങ്ങനെ അത് പുരട്ടി അമ്മയുടെ മേത്ത് അതിൻ്റെ പാട് പോലും ഇല്ല. അങ്ങനെ ഒരു സംഭവം അങ്ങനെ ശരീരത്തിൽ ഉണ്ടായതാണെന്ന് പോലും അറിയില്ല. അടുത്തത് ഞാൻ കഴിഞ്ഞ മാസം ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അന്ന് ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, കൃപാസന പ്രാർത്ഥന. ആ സമയം ഞാൻ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന കൂടാനുള്ള തിടക്കത്തിലാണ്. അപ്പോൾ കഞ്ഞി വെച്ച് വാർത്തപ്പം എൻ്റെ മേത്തോട്ട് ആ കഞ്ഞിവെള്ളം മുഴുവൻ ചാടിയെന്ന് വെച്ചാൽ എൻ്റെ ശങ്ക കാല് എല്ലാം ചാടി പൊള്ളിയിട്ട് ഒരു നിർവാഹമില്ല, ഭയങ്കര നീറ്റിലും വേദനയും. വസ്ത്രം വരെ ഇടാൻ മേല. അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി ബാത്റൂമിൽ പോയി മേത്ത് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് പേസ്റ്റ് തൂത്തു, അറിയാവുന്ന പോലെയൊക്കെ ചെയ്തു. ഒരു രക്ഷയില്ല. വേഗം ഞാൻ പോയി തൈലം എടുത്ത് വാതിലടച്ചിട്ട് ഞാൻ എൻ്റെ ശരീരത്ത് തൂത്തു. ഉടമ്പടി പ്രാർത്ഥന തുടങ്ങുന്ന സമയമായപ്പം എൻ്റെ മേത്തുനിന്ന് നീറ്റിലോ പുകച്ചലോ ആ മേത്ത ചുമന്ന കളർ പോലും ഇല്ല. ഞാൻ നോക്കിയിട്ട് എൻ്റെ മേത്തൊരു ചുമപ്പ് കളർ പോലില്ല. മേലൊക്കെ ചുവന്നായിരുന്നു ശരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെ വസ്ത്രം ഇടുമെന്നൊക്കെ ഓർത്ത് വിഷമിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ പിള്ളേർ വീട്ടിലില്ലായിരുന്നു. അവർ വന്നപ്പോൾ അമ്മയുടെ മേല് പൊള്ളിയതാണ്. അമ്മ ഇപ്പോൾ എങ്ങനെ വസ്ത്രം ഇട്ടതാ? അമ്മ ഞാൻ ഉടമ്പടി പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുക, കൃപാസനം പ്രാർത്ഥന. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയണം. അതുകൂടാതെ അമ്മ എനിക്ക് ഒത്തിരി ചെറുതും വലുതായ അനുഗ്രഹങ്ങൾ തന്നു. എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ജപമാലയെല്ലാമുള്ള കൃപ കിട്ടി. എത്ര ജപമാല വേണേലും എനിക്ക് ഒരു മടുപ്പുമില്ലാതെ നിന്ന് ചെല്ലാൻ എനിക്ക് അനുഗ്രഹം തന്നു. 25, 30, 40, 33 ഒക്കെ വെച്ച് എനിക്ക് സമയമുള്ള സമയത്തൊക്കെ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം എനിക്ക് ജപമാലയെല്ലാം അമ്മ എനിക്ക് വലിയൊരു അനുഗ്രഹവും കൃപ എനിക്ക് തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് റിജുല. ഞാൻ ഇടുക്കി ജില്ലയിലെ അറക്കുളം എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ 2022 ജനുവരി 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ 3 പ്രാവശ്യം ഞാൻ OET എക്സാം എഴുതിയായിരുന്നു. അപ്പം ഡിസംബർ 12-ാം തീയതിയാണ് ഞാൻ ലാസ്റ്റ് എക്സാം എഴുതിയത്. അന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. ഇങ്ങനെ എക്സാം റിസൾട്ടിൻ്റെ കുറേ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ഡിസംബർ 12-ാം തീയതി എനിക്കിവിടെ വരാൻ പറ്റിയില്ല ഉടമ്പടി എടുക്കാനായിട്ട് ആ സമയത്ത്. അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, എനിക്ക് റിസൾട്ട് നന്നായി കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഉറപ്പായിട്ടും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം കൊടുക്കും. മാതാവ് എനിക്കത് വാങ്ങിച്ചു തരും എന്നുള്ള ഉറപ്പിൽ ഞാൻ എക്സാം എഴുതി. പിന്നെ ജനുവരി 3-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്കിവിടെ വരാൻ പറ്റി. ഞാൻ ഉടമ്പടി എടുത്തു. പിന്നീട് ജനുവരി 12-ാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വന്നത്. എനിക്ക് അറിഞ്ഞൂടെ, എക്സാം എനിക്ക് നല്ല ടഫായിരുന്നു. എന്നാലും മാതാവിനോടുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടിയൊക്കെ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. ജനുവരി 12-ാം തീയതി റിസൾട്ട് നോക്കാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ മാതാവ് എന്നെ കൈവിട്ടില്ല. ബ്രാൻഡ് B കിട്ടി. എനിക്ക് UK അല്ലെങ്കിൽ അയർലൻഡ് സ്കോർ കിട്ടി. മാതാവ് എന്നെ വിജയിപ്പിച്ചു. പിന്നെ ഓരോ പ്രോസസ്സിങ്ങിലും മാതാവിൻ്റെ പ്രത്യേക കരുതൽ ഞാൻ കണ്ടു. കാരണം CBT എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ 3 മണിക്കൂറിൻ്റെ എക്സാം ഞാൻ അരമണിക്കൂർ എടുത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ എഴുതി തീരാനായിട്ട്. വലിയൊരു അനുഗ്രഹം മാതാവ് ആ ഇതിൽ എനിക്ക് തന്നു. 1/4 മണിക്കൂറിൽ ഞാൻ എക്സാം എഴുതി പുറത്തു വന്നു. നല്ല മാർക്കോടുകൂടി CBT എക്സാമും പാസ്സായി. പിന്നെ ജൂലൈ 8-ാം തീയതി എനിക്ക് നാളത്തെ കഴിഞ്ഞ് പോകാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് ശരിയാക്കി തന്നു. UK ജോലിയും കിട്ടി, വിസ എല്ലാം ശരിയായി. എല്ലാം മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. 1000 നന്ദി. എൻ്റെ പേര് ലിസി ബെന്നി, ഭരണങ്ങാനത്ത് നിന്ന് വരുന്നു. ഞാൻ 15/6/2019 ഉടമ്പടി എടുത്തത്.
എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ വീടില്ലായിരുന്നു. 23 വർഷമായിട്ട് എനിക്ക് വീടില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീട് വെക്കാനായിട്ട് സാധിച്ചു. 90 ദിവസം കൊണ്ട് എൻ്റെ വീട് പണി പൂർത്തിയാകുകയും ഞാനതിൽ ഇപ്പോൾ താമസിക്കുകയും ചെയ്യുന്നു. എൻ്റെ യൂട്രസിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ മോന് അലർജി രോഗം ഉണ്ടായിരുന്നു. അവൻ്റെ മുഖം ഒക്കെ നീര് വെച്ച് വരികയും തുമ്മലും നീര് വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരിതായിരുന്നു. അതും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി. എൻ്റെ മോളുടെ അസിഡിറ്റി മാറിക്കിട്ടി. എൻ്റെ മകൻ SSLCക്ക് ഈ വർഷം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എഴുതി വെച്ച് എൻ്റെ മോന് 80% മാർക്ക് കിട്ടണമെന്ന്. എൻ്റെ മോൻ ഒട്ടും പഠിക്കുകയില്ലായിരുന്നു. ടീച്ചർമാർ ഞങ്ങളെ എന്നെയും ഭർത്താവിനെയും എപ്പോഴും സ്കൂളിലേക്ക് വിളിപ്പിക്കുകയും ഫോൺ വിളിച്ച് പറയുകയും ചെയ്യുമായിരുന്നു, പഠിക്കുന്നില്ല, അവൻ തോറ്റു പോവുകയുള്ളെന്ന്. ഞാൻ ഉടമ്പടിയിൽ അത് 80% മാർക്ക് തരണമെന്ന് പറഞ്ഞതുകൊണ്ട് എഴുതി വെച്ചതുകൊണ്ട് മാതാവ് എനിക്ക് എൻ്റെ മകന് 5 A+, 3 Aയും 2 B+ തന്ന് അനുഗ്രഹിച്ചു. 85% മാർക്ക് തന്നു.